ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു ഫിഷ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ അയില നല്ല ക്ലീൻ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ടേ. ഭയങ്കരമായിട്ടങ്ങ് വരയണ്ട. ഓക്കെ, നല്ല ഫ്രഷ് അയിലയാണേ. നമുക്ക് ഇത് റെഡിയാക്കാൻ തുടങ്ങാം. നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാവട്ടെ. അത് ചൂടാവുന്ന നേരം കൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് ഇതൊന്ന് ചതച്ചെടുക്കേ. നോക്കിയേ, ഇതുപോലെ എടുത്തിട്ടുണ്ടേ. ഇത് പിടിക്കട്ടെ. നമുക്ക് ഈ ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ അതൊന്ന് പൊട്ടിക്കെട്ടട്ടെ. അപ്പം നമ്മളിതിനകത്തോട്ട് ഈ പൊടിച്ച് വെച്ച പെരിഞ്ജീരകവും കുരുമുളകും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തേ, ചതച്ചെടുത്ത്. ഇതിനകത്തോട്ട് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി നോക്കി നീളത്തിലരിഞ്ഞത് അത് ഇട്ട് കൊടുക്കേ. ഇതിലോട്ട് ഒരു 2 പൂണ്ട് വെളുത്തുള്ളി ചതച്ചത്, ചെറിയ 2 പൂണ്ടേ, അത് ഇട്ട് കൊടുക്കാം. ഇതൊന്നും വലുതായിട്ടൊന്നും ഫ്രൈ ആവേണ്ട, ചെറിയതൊരു മണം വരുന്നുണ്ട്. ഞാൻ ഇളക്കുന്ന സമയം മതി. ഇനി ഇതിനകത്തോട്ട് ഒരു 3 തണ്ട് കറിവേപ്പില അതിട്ട് കൊടുത്ത്, ഇനി ഇതിലോട്ട് ഒരു 4 സവാള ഇങ്ങനെ അരിഞ്ഞത് അതിട്ട് കൊടുത്ത്, സവാള അധികമൊന്നും വഴന്നു പോകണ്ട. തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. നല്ല മണം. ആ കുരുമുളകിൻ്റെയും പെരുംജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു വാസന വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. ഇത് നല്ലതൊന്ന് വഴന്നു വരട്ടെ. ഇനി ഇതിലോട്ട് ഒരു 6 പച്ചമുളക് 2ആയിട്ട് പിളർന്ന് ഇട്ട് കൊടുക്കേ. ഇതൊന്ന് വാടിക്കിട്ടട്ടെ. ഇനി ഇതിലോട്ട് നമ്മുടെ ഉള്ളി നല്ലതുപോലെ വഴന്നിട്ടുണ്ട്, ഇത്രയും മതിയേ. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് തീ കുറയ്ക്കട്ടെ. ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതി, കാര്യം നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച പൊടിയല്ലേ. ഇനി ഇതിനകത്ത് ഒരു 3 തക്കാളി, ഒരുവിധം വലിയ തക്കാളി, ഇടത്തരം 3 തക്കാളി അതിട്ട് കൊടുക്കേ. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. ഉണ്ടല്ലേ നമ്മളെ ഉള്ളിയും തക്കാളിയും
ഇതുപോലെ നല്ല മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ ആക്കിയട്ടെ. കുറച്ച് വെള്ളം, ശകലം വെള്ളം മതി. തീരെ സിമ്മിലിട്ടേക്കുവാണേ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന മീനില്ലേ, അത് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കേ. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. കുറച്ച് ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ ഈ സവാളയും തക്കാളിയൊക്കെ 2 മിനിറ്റ് ഒന്നും ആയില്ലേ, അത് 1.5 മിനിറ്റ് പോലും ആയിട്ടില്ല. ഇനി ഇതിങ്ങനെ വെച്ചിരിക്കണേ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത മീനില്ലേ ഇങ്ങോട്ടിട്ട് കൊടുക്കേ. ഇനി ഇത് ഇതിങ്ങനെ ഇരുന്നിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. തീ കൂട്ടരുത്, സിമ്മിൽ തന്നെ കിടക്കണേ. ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഈ തീയിലിങ്ങനെ കിടക്കട്ടെ. നമ്മുടെ മീൻ നോക്കിയാലോ, ഈ ചെറിയ സിമ്മിൽ തന്നെയാണ് ഈ ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ടേ കിടന്നത്. നല്ല മണം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കേ. ക്ഷമയോടുകൂടി ഇച്ചിരി
ഇതിനി ഇങ്ങനെ ഇതുപോലെ കിടക്കട്ടെ. ഇതൊരു 3-4 മിനിറ്റ് കിടന്നാൽ മതി. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കിടക്കട്ടെ. നമ്മുടെ മീൻ നോക്കേ. മീനൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇത് ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിനകത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടുന്നവർക്ക്, വേണ്ടാത്തവർക്ക് വേണ്ട, കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതിയേ. ഇത് ഞാനൊന്ന് മാറ്റി വെക്കുകയാണേ. ഞാനിനി ഇത് ഒരു 4-5 മിനിറ്റായി. ഒരു ഇല എടുത്തിട്ടുണ്ട്, അതൊന്ന് വാട്ടാം. ഒന്നുകൂടെ ഒന്ന് വാട്ടേ. നമ്മുടെ ഇലയൊക്കെ നല്ലതുപോലെ വാട്ടി ഗ്യാസ് ഓഫാക്കാം. ഇനി ഇതിൻ്റെ ഈ നാരങ്ങ നമുക്ക് പൊടിച്ചോളേ. നമ്മുടെ ഇലയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലി കുട്ടും വെക്കേ. അതിനകത്ത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കി കൊടുക്കാം. തീ ഒന്ന് കുറച്ചിടാം, കാര്യം നമുക്ക് ഇലയിൽ മീനൊന്നും എടുക്കണ്ടേ. മീൻ താഴോട്ട് എടുത്ത് വെക്കാം. ഇവിടെ വെച്ച് റെഡിയാണ്. നമ്മുടെ ഇല ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ തുറക്കാം. കാണാൻ പറ്റുമോ? ഇനി ഇതിനോട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ മീനില്ലേ, ഇങ്ങനെ വെച്ച് കൊടുക്കേ. മതി. ഇനി ഇതിലോട്ട് കുറച്ച് ഫ്രഷ് മല്ലിയില, ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. മല്ലിയില ഇട്ടാൽ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് ഒരു വാഴയുടെ തണ്ടിൻ്റെ ഇതായാലും മതി. ഞാനൊരു നല്ല ഫ്രഷ് നൂല് വെച്ചത് കെട്ടിക്കൊടുക്കേ. അങ്ങനെ ഞാനിത് കെട്ടിയേ. ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ട് വെക്കേ. നമ്മുടെ ഇഡ്ഡലി തുറക്കാൻ നല്ല ആവി വന്നിട്ടുണ്ട്. ഇനി ഈ മീൻ ഇങ്ങോട്ട് വെക്കേ. ഇത് ഇങ്ങനെ ഇട്ട് മീഡിയത്തിനും താഴെ സിമ്മിനും മുകളിലായിട്ടേ ഈ ആവിയിൽ ഒരു
7-8 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ മീൻ ഏത് പരുവായെന്ന് നോക്കേ. ഒരു 6 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഗ്യാസ് ഓഫാക്കേ. ഇതിൻ്റെ ചൂടൊന്ന് മാറട്ടെ, എന്നിട്ടേ എടുക്കാൻ വെക്കൂ. നമ്മളെ മീൻ പൊതി എടുക്കാൻ തണുത്തു. എങ്ങനെ എടുക്കും എന്നൊരു ഇല പൊട്ടിയിട്ടൊന്നുമില്ല. ഈ സൈഡിൽ നിന്നില്ലേ ഈ നമ്മുടെ ഇലയിടയ്ക്ക് വീതി കുറവല്ലായിരുന്നു, അത് നല്ല തിളച്ച ആവിയിൽ കിടന്നപ്പോഴത്തേക്ക് സൈഡിൽ കൂടെ പോയതാണേ. അപ്പം ഞാനിത് താഴോട്ട് വെച്ചിട്ട് അഴിച്ചെടുത്ത് നോക്കാം. നമ്മുടെ ഈ പൊതി തുറക്കണേ. കണ്ടില്ലേ, ഈ ഇല ഇവിടം വരെ എത്തിയിട്ടില്ല, കണ്ട കവറായിട്ടില്ല. എന്തോ ഒരു മണമായത്. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റ് നോക്കണം. സൂപ്പർ എന്ന് പറയാൻ പറ്റട്ടെ, ഞാൻ ടേസ്റ്റ് നോക്കത്തില്ലേ. ഒരു സ്പൂൺ ഞാൻ എടുക്കട്ടെ. ഓക്കെ, നമ്മുടെ മീൻ ഓക്കെ, എന്ത് ടേസ്റ്റാണെന്നറിയാം ഇത് കഴിക്കാൻ. കഴിച്ചു നോക്കട്ടെ അതിനെ. അല്ല, സൂപ്പർ ടേസ്റ്റുള്ളത് പറയട്ടെ. മീനിനകത്ത് നല്ല എരിയും ഉപ്പും ഒക്കെ നല്ല പിടിച്ചിട്ടുണ്ടേ. പച്ചമുളകിൻ്റെ അരിയും നല്ല മസാലയുടെ ഇതും. സൂപ്പർ ഒരു കറിയാണേ. ആ മല്ലിയില ഇടുന്ന ഏറ്റവും നല്ലതേ മീനിന് ഇങ്ങനെയൊക്കെ വെക്കുമ്പം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇളക്കാം ഇത്. ഓക്കെ, ഒന്നും ഇതായിട്ടില്ല. ഇഷ്ടമുള്ള മീനാണ്. നല്ല അയിലയ്ക്ക് ടേസ്റ്റാണ്, പക്ഷേ അത് ഗംഭീര ടേസ്റ്റ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റായി ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞേ. അപ്പോൾ നോക്കി, അതിൻ്റെ അരപ്പ് മാത്രം മതിയല്ലോ കഴിക്കാൻ, ചോറ് കഴിക്കാൻ. ചോറായാലും ചപ്പാത്തി ആയാലും ഒക്കെ കഴിക്കുന്നത് അരപ്പ് അത്രയ്ക്ക് ടേസ്റ്റുള്ള മീൻ പൊതിയായി. അപ്പോൾ മീൻ പൊതി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.